ഹായ് ഗായ്സ്, വാ ഇങ്ങോട്ട് വാ. ഇതാണ് നമ്മളെ സുൽഗോഡ് നാട്. സ്ഥലം വലുതാടിയ സ്ഥലം എന്ന് പറയാം സുൽഗോഡ്. നമ്മള് ഗോളി കുപ്പയാണുള്ളത് ഗൈസ്. ഇതിൽ ക്യാമറ ഇരിക്കാൻ പറ്റില്ല, നമ്മൾ തന്നെ തിരിയേണ്ടി വരും. നമ്മളിവിടെ ഒരു എസ്റ്റേറ്റിന്റെ ഇല്ല, ഓപ്ഷനേ ഇല്ല. അത് ഫോട്ടോ എടുക്കാനാ. എസ്റ്റേറ്റിന്റെ താഴെയാണ് കേസ് ഉള്ളത്. ഇവിടെ നമ്മള് നമ്മള് കാപ്പി ഉണക്കാനിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിട്ട് വന്നു. അതാ കണ്ടോ, അതാണ് ഞാൻ ബാക്ക് ക്യാമറയിലേക്ക് കാണിച്ചു തരാം. എടുക്കുക, കട്ട് ചെയ്തിട്ട് എടുക്കാം. നെക്സ്റ്റ് സ്റ്റോറി. ഇത് കണ്ടാണ് ഗൈസ്. കണ്ടെന്ന് പറഞ്ഞാൽ വയല്. അതാ ആ കാണുന്നത് മൊത്തം കാപ്പിക്കുരുവാണ് ഗൈസ്. കണ്ടോ, അങ്ങനെ മര്യാദക്ക് തിരിയുന്നില്ല കിങ്ങണി. അടുക്ക അങ്ങോട്ടൊന്ന് എടുക്കാം. നമ്മൾ ഇറങ്ങാൻ പോകണം ഗൈസ് നടുക്ക്. അതന്നെ കിങ്ങിണി പഠിപ്പിച്ച് കിങ്ങിണി വർഷങ്ങൾക്ക് ശേഷം ഉണർന്നു. അത് തന്നെ ഇതിലൂട്ടി ഇറങ്ങുക. കുഴപ്പമില്ല, ആൾക്കാരുണ്ടായിക്കോട്ടെ, നമുക്കത് വിഷയമുള്ളവരല്ലോ. ഗൈസ് നായി ഉണ്ട് ബേക്കില്. ഇവർക്കെല്ലാം പേടിയാ. ഇല്ല, ആടെ ക്യാമറ ഒക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇതാണ് ഇന്ന് നല്ല രസമുണ്ടല്ലോ ഇനി. കിങ്ങിണിയുടെ വായി വിരുന്നിന്റെ കൂടെ. ഇത് നമ്മളെ കൂർഗിലാണ് ഗൈസ്. കൂർഗ് നിലാവെല്ലാം ഉണ്ട്. അതാ ഇവിടെ CCTV ക്യാമറ ഉണ്ട്. അതുകൊണ്ട് പേടിയാണ്. വളർന്നു വരുന്ന യൂട്യൂബർ. കാപ്പിക്കുരു അവരോട് ചോദിച്ചു നോക്കാം നമുക്ക്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, നമുക്ക് പെർമിഷൻ കിട്ടി. അതാ കാപ്പിക്കുരു ഗൈസ്. കണ്ടോ, അതെല്ലാം കാപ്പിക്കുരുകളാണ്. നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് കുറ്റം പറയരുത്. വീഡിയോ പോരല്ലേ മോളെ, ഇത് കുളം. കുളം ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് പോണ്ട്. നെല്ലില്ലാത്ത സമയത്ത് വെള്ളം കയറില്ല. അതാ ഇതെന്തിനാ വെറുതെ ചലച്ചോണ്ട് വീഡിയോ എടുക്കുന്നു. കിങ്ങിണി ഒന്നുകൂടി ഇപ്പൊ ഉണക്കിയ. ഉണങ്ങിയ കാപ്പിക്കുരു. ഇത് നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാല് അവിടെ ഉണ്ട്, അവിടെ മനസ്സിലാവാ. എന്റെ അച്ഛന്റെ പാട്ടാണെങ്ങും നെഞ്ചുടുക്കിൽ ഉണങ്ങാനുള്ള. ഇല്ല, പുള്ളി ഉണ്ടാ, പേടിക്കണ്ട. നീ പറ. പാനിക്കായി കിങ്ങിണി തുറണ്ട. നോക്കുന്നുണ്ട്. സോ നിങ്ങൾ കാണുന്നില്ലേ, വീഡിയോ കാണുന്ന പോലെ തന്നെ പച്ചയും ചോപ്പും. അത് കണ്ടില്ലേ, അത് ശരിക്കും പറഞ്ഞു വിടുന്നുണ്ട്. ഇല്ല മിണ്ടായിട്ടിട. അതെ ഗൈസ്, ബാക്കി നമ്മൾ റോട്ടുമ്മൽ പോയിട്ട് പറയാം ഗൈസ്. നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ബാക്ക് വരുന്നതാണ്. അതെ, ഇല്ലെങ്കിൽ നമ്മള് ആയിക്കോളും കൂട്ടിട്ട് വന്നു. എനിക്ക് നല്ല പേടിയുണ്ട്. മാളുവിന് പേടിയില്ല എന്നാണ് പറയുന്നത്. രക്ഷിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാ പേടി? വാർപ്പുമ്മ കയറി മുകളിൽ കയറി കുരക്കുന്നു. എനിക്ക് പേടി എന്തിനാ വെച്ചാൽ എനിക്ക് ജന്മനാ നായിനെ പേടിയാണ്. ഓക്കെ, എന്താ സംഭവം എന്ന് പറഞ്ഞാല് നമ്മളൊരു എസ്റ്റേറ്റിൽ വന്ന് ഇത് നമ്മളെ മറ്റേ അവസാനത്തെ വീഡിയോ എസ്റ്റേറ്റിൽ വന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എസ്റ്റേറ്റിൽ വന്ന് ഇങ്ങനെ റോഡ് കണ്ടേരം ഇറങ്ങി വന്നതാ. അപ്പൊ ഇവിടെ ഒരു നായി കാഴ്ച കണ്ടു. അപ്പൊ വന്നതാ ഒരു പ്രകൃതി ആസ്വദിക്കാൻ. പക്ഷെ അവരുടെ സ്വന്തം എസ്റ്റേറ്റ്. അവർ അപ്പൊ നായി ഉണ്ടേനു. നായി ഇറങ്ങി വന്ന് ക്യാമറയെല്ലാം ഉണ്ടാടാ. സെറ്റപ്പാണ്. അതുകൊണ്ട് ആരും മേലാൻ ഇനി ഇങ്ങോട്ട് വരും. ബാക്കി മേലെ എത്തിയിട്ട് പറയാം. ഹായ് ഗൈസ്, നമ്മൾ ജീവൻ പണം വെച്ചുകൊണ്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതാണ് റീൽസ് വേഴ്സസ് റിയാലിറ്റി. ശരിക്കും നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇതാണ് എസ്റ്റേറ്റ് ഗൈസ്. ഇതാണ് നമ്മുടെ എസ്റ്റേറ്റ്. നമ്മളിപ്പോൾ രക്ഷപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പുറം അരുൺ എസ്റ്റേറ്റ്. അരുൺ എസ്റ്റേറ്റ്.
അവിടെ നമ്മൾ പോയില്ല. ഇനിയിപ്പോ ജീവൻ ബാക്കിയാണെങ്കിൽ പോകാമായിരുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞാല് അവര് നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്തു. യെസ് ഗൈസ്, നമ്മൾ അത്ര ഒരു വെടിപ്പല്ലാന്ന് മനസ്സിലായി. നമ്മളല്ല, അങ്ങനെയല്ല, വിഷയമായി പോയി. അങ്ങനെയല്ല ഗൈസ്. അതായത് അവരെ എസ്റ്റേറ്റിലേക്ക് ആരും അങ്ങനെ ഇറങ്ങി വരലില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഗസ്റ്റ് ആണെന്ന് തോന്നി, അല്ലാണ്ട് ഇത്ര ഫ്രീ ആയിട്ട് ഇറങ്ങി വരില്ല. അതിനർത്ഥം എല്ലാരും ഭയക്കുന്ന ഒരു എസ്റ്റേറ്റ് ആണ് ഇറങ്ങി വരെ. നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതാണ് കാണിച്ചു കൊടുക്കുന്നത്. അരുൺ എസ്റ്റേറ്റിന്റെ വഴിയിലേക്കാണ് പോയത്. ഇതാണ്, ഇത് മെയിൻ റോഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോന്നപ്പോ എടുത്തതാ. അതെ, ഇത് വേറൊരു എസ്റ്റേറ്റ്. അത് ഇതാണ് നമ്മൾ നടക്കുന്ന റോഡ് ഗൈസ്. വിശാലമായ ബാക്ക് ക്യാമറ ഇതാ റോഡ്. കിങ്ങണി പ്രതിരോധിക്കണം എന്നാ പറഞ്ഞേ. അനുഭവം പങ്കുവെക്കുന്നു ഗൈസ്. കിങ്ങിണി നായിന്റെ പേടി. നീ പറ, എല്ലാം മനുഷ്യനേക്കാൾ വെളിച്ചില്ല. എന്തോ ഇത് മനുഷ്യനെ കൂടുതൽ ഞാൻ ഭയപ്പെട്ടത് അച്ചാച്ചനെ കുഴപ്പമില്ലായിരുന്നു. ബട്ട് നായി, ഇവക്ക് നായിനെ ഭയങ്കര പേടിയാ. നീ എങ്ങനെയാ പേടി അതിജീവിച്ചു? ഞാൻ അതിജീവിച്ചത് മാളുവിന്റെ ടോക്കുകളും ഒന്നും ചെയ്യൂലെന്ന് പറഞ്ഞു. നിന്റെ ടോക്ക് ഉണ്ടല്ലോ, ചില ചങ്ങായിമാരുണ്ട് ഇങ്ങനത്തെ ഡയലോഗ്. നീ സംഭവമാണ്. അതായത് നായിനെ കാണുമ്പോൾ നമ്മൾ പേടിക്കരുത്. നമ്മൾ എങ്ങനെ രക്ഷപ്പെടാൻ ചിന്തിക്കണം. മൈൻഡ് ആക്കരുത്. നായിനെ മൈൻഡ് ആക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നായി നമ്മളെ മൈൻഡ് ആക്കൂല. മനസ്സിലായോ? അതുപോലെ ഒരു നായി വാർപ്പിന്റെ മോളിൽ നിന്ന് കുരക്കുന്നു. അപ്പൊ ആ നായിക്ക് നമുക്ക് കടിക്കണം. ബട്ട് താഴെ വന്നത് നേരത്തെ ഓർമ്മ, അത് മനസ്സിലായി. ഓനെ എനിക്ക് തിരിച്ചു വിട്ടത് അയാള്. എനിക്കൊന്ന് വെൽ ട്രെയിൻഡ് അയാളൊരു ഗൂഢമനുഷ്യനാണ്. നിഗൂഢമനുഷ്യൻ. അയാളെ വീഡിയോ ഒന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു വീഡിയോ എടുക്കാമായിരുന്നു അല്ലേ? വേണ്ട, അയാൾ ഓൾറെഡി ഫോട്ടോ നമ്മൾ എടുത്തിട്ടില്ല. ഒരു കേസ് കൊടുക്കും. പിന്നെ ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മളെ ഫോട്ടോ ഞാൻ നല്ല മാളും നല്ല ചിരിച്ചു. ചിരിച്ചോ? ഞാൻ അങ്ങനെ ചിരിച്ചു. അങ്ങനെ ചിരിച്ചു. ഇനിയിപ്പോ നാളെ പത്രത്തിലായിട്ട് വരുന്നുണ്ട്, വന്നിട്ടേ. അയാളെ വർത്താനത്തിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് പറഞ്ഞാൽ ഗൈസ്, അങ്ങോട്ടേക്ക് ആരും ധൈര്യപ്പെട്ട് ഇറങ്ങി പോവാറില്ല. നമ്മുടെ ധൈര്യത്തെ അയാൾ നമ്മുടെ ധൈര്യത്തെ അയാൾ സമ്മതിച്ചുകൊണ്ടാണ് ആ ഫോട്ടോ എടുത്തത്. അതെ, മിക്കവാറും നാളെ അത് പത്രത്തിൽ നമ്മുടെ എന്തോ അവാർഡ് കിട്ടുമല്ലോ ധൈര്യത്തിന്. ജ്ഞാനേന്ദ്ര അവാർഡ് കിട്ടുന്നതാണ്. ജ്ഞാനേന്ദ്ര പുരസ്കാരം അല്ല ധൈര്യത്തിന് എന്തോ ആ അവാർഡ് ഉണ്ടല്ലേ ഗൈസ്. കൊള്ളാലേ? ധോനിമോളും സൂപ്പർ ഡ്യൂപ്പർ സുന്ദരി. ഇറക്കോ? ജസ്റ്റ് ഒരു ഫണ്ണിന് പറഞ്ഞതാ. ഇതാണ് ഗൈസ് നമ്മുടെ കൊച്ചു കർണാടകയിലെ ഇപ്പൊ തന്നെ 15 മിനിറ്റ് സുൽഗോഡ് ഗൈസ്. പിന്നെ എന്താ, നമ്മളിവിടെ വൈകുന്നേരം റീച്ചായി. ഈരോട് പോയാൽ നമ്മളെ വീടെത്തും. ഇതിലൂടെ ഭാഷേനെ പറഞ്ഞ് നമ്മൾ ഈ ലോകില് മൊത്തം അവതാ വർത്താനം പറഞ്ഞേ. അവരാതെ മൊത്തം പറഞ്ഞിട്ട് കുട്ടീനെ പറയുന്നു. അങ്ങനെ വണ്ടി വരും നോക്കണം. നമ്മൾ ഇന്ന് ധോനി നാളെ ശബരിമലക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്താണ് കെട്ടുനറയുടെ മുന്നോടിയായി നമ്മള് എൻജോയ് ചെയ്യുന്നു. അല്ല, നമ്മള് നമ്മളിവിടെ വന്നതാ. നമ്മള് 1 മണിക്ക് അങ്ങനെ കണ്ണൂർ ഇരിട്ടി കോണ്ടംപറയിൽ നിന്ന് വന്നതാ. നമുക്ക് കാറിലാ വന്നത്. മെല്ലെ വന്നത്. നമ്മള് ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, D4 ധോനി. ലിങ്ക് ഇടാ, നിങ്ങൾ കാണണം. D4 ധോനി അഭിനയം. കിങ്ങിണിയും ഉണ്ട്. കിങ്ങിണി ഓൾസോ. ഞങ്ങളുടെ എന്റെ അഭിനയം കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ മാളുവിന് ധോനിയുടെ ഇഷ്ടംപോലെ അഭിനയമുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ധോനി D4 ഫാമിലി. D4 ധോനി. അതെ, അതാണ് പറ. നിന്റെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ഇതൊക്കെ വീഡിയോ ഇൻട്രോയിൽ ഇട്ടിട്ടുണ്ടെങ്കിലോ കുറച്ച് റീച്ച് ആവുമല്ലോ.
അന്നേരം ഞാൻ ഇതെന്റെ യൂട്യൂബ് ചാനൽ ആകെ ഇതിനകത്ത് പാട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ വ്ളോഗ് ഇറക്കുന്നത് ഗൈസ്. അപ്പം ധോനിയുടെ ചാനൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. വി കീപ് ദ ലിങ്ക് ബിലോ ഡൗൺ. ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാൻ പറ്റുമറിയില്ല, കമന്റിൽ ഇടാം. എനിക്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യും നമ്മൾ. ഓക്കെ, ലിങ്ക് പിൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾ പോയി ചെക്ക് ചെയ്യണം. ഞങ്ങൾ വരുന്ന വഴിക്ക് എടുത്ത റീൽസും വ്ളോഗെല്ലാം അതിലുണ്ട്. പിന്നെ നമ്മളിത് ജസ്റ്റ് പുറത്തിറങ്ങി നടക്കാൻ വൈകുന്നേരം കാഷ്വൽ വോക്ക്. അതെ, പിന്നെ കാപ്പി പിടിച്ചു. വീടിന്റെ ഒക്കെ വ്ളോഗ് അവരിടുന്നല്ലേ. നല്ലൊരു നിങ്ങൾ കണ്ടില്ലേ, ആരുമില്ല, ഒച്ചപ്പാടുമില്ല, കാട് മാത്രം. സമാധാനം അറ്റ് ദ പീക്ക് അല്ലേ. കമോൺ ഗൈസ്, കമോൺ. ഞങ്ങളിവിടെ ഒരു എസ്റ്റേറ്റ് കൊടുക്കാം, അന്നേരം നിങ്ങളെല്ലാം വിളിക്കാം. അന്നേരം വന്നാൽ മതി. അന്നേരം അപ്പോഴത്തേക്ക് എല്ലാവരും പൈസ ആക്കി വെക്കൂ ഗൈസ്. ഞങ്ങൾ മുടിഞ്ഞ റേറ്റ് ഇട്ട് നിങ്ങളെ വിളിക്കാം. അന്നേരം നമ്മൾ തിരിച്ച് വീട്ടിൽ പോക്കാന്ന്. ഈ വളവും കൂടി കഴിഞ്ഞാൽ വീടെത്തി. പണ്ട് ധോനി അവളെ അമ്മ അച്ഛനും കാറിൽ ഒരു വീട് നാന ക്രോസ് ചെയ്തു പോയി ഗൈസ്. യുനോ, നിങ്ങൾ വിശ്വസിക്കില്ല, ബട്ട് നിങ്ങൾ വിശ്വസിക്കണം. ക്രോസ്ഡ് ദ റോഡ് വിത്ത് ബ്യൂട്ടിഫുൾ പിക്ചറോ? അതെന്തിനാ? വെറുതെ ഗൈസ്. ആന കടന്നു പോയി. അവരെ കാത്തുനിന്നാണ്. അത്രേ ഉള്ളൂ. ആടെ ഒരു അതോർത്തു ഇപ്പറ ഇങ്ങോട്ട് ആ ചോപ്പ് പൂക്കളുള്ള അവിടെ നിന്ന് കേറിപ്പോണം ഗൈസ് ധോനിയുടെ വീട്ടിലേക്ക്. ചിലപ്പോ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പൂന്തോട്ടം കാണിച്ചത് ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ നാളെ ധോനിന്റെ കെട്ടുന്നറ ധോനിന്റെ വ്ളോഗിൽ വരും. ഓക്കെ, നമ്മൾ നാളെ തെണ്ടാനെ അടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മളിടും അല്ലേ. നീ നാളെ തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല, ചിലപ്പോ ഉണ്ടാവും ഗൈസ്. ഞാൻ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാനും കിങ്ങിണിയും കൂടെയുള്ള വ്ളോഗുകൾ പ്രതീക്ഷിക്കാം. അതെ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. ലവ് യു ആൻഡ് ബൈ ബൈ. അല്ല, പൂന്തോട്ടം കാണിക്കണ്ടേ? സോറി ഗൈസ്, പൂന്തോട്ടം കാണിച്ചു തരാം ഗൈസ്. ചവിട്ടല്ലേ സാമിയാ പോലും. സാമി എന്നെ ചവിട്ടി. സാമിമാരെ ചവിട്ടാൻ പാടില്ല. കർണാടകത്തിൽ ഓട്ടോ എന്തൊരു സ്പീഡാ. എന്താ ഗൈസ്, എന്തെന്നാ ഇതാ നീറോടാൻ ധോനിന്റെ വീട്ടിലേക്ക്. അമ്പിളി മാമനൊക്കെ ഉണ്ട്. ഓട്ടോറിക്ഷ ഇങ്ങോട്ടേക്ക് ഇപ്പൊ തിരിയും. ആര് ഹായ് പറയാൻ വേണ്ടി ഓട്ടോക്കാരനെ കൈ നീട്ടി വിളിച്ചു ഗൈസ്. ഇപ്പൊ പൂവെല്ലാം കുറഞ്ഞ. പണ്ട് നല്ല പൂവായിരുന്നു. ഈ വഴി നിങ്ങൾ കാണുന്നില്ലേ, ഇതാണ് വഴിയാണ് നിങ്ങൾ ഇതൊന്നല്ല ഇതണ്ട ഇവിടുത്തെ വീടിന്റെ പ്രത്യേകതയാണ് ഗൈസ്. എന്ത് രസാന്നറിയോ. വീട് നമ്മളെ പോലെ പൈസ ഉണ്ടാക്കിയിട്ട് വീടെടുക്കുക എന്നല്ലേ ഇവരുടെ ലക്ഷ്യം. ഒന്ന് പറഞ്ഞോട്ടെ, പണ്ടത്തെ വീട് ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. ഉറങ്ങുന്ന കുക്കുറുമാണി ഗുണഗുണം വേണ്ടോ. ഇവരൊന്നും വീട് പുതിയ വെക്കൂല ഗൈസ്. പണ്ടത്തെ വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടടക്കും. എന്നിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇവരെടുത്ത്. നമ്മളെ വീട് വലിയ വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല, സാധാ വീട് ഗൈസ്. പക്ഷെ ഇവർക്ക് കുറെ ഏക്കർ കണക്കിന് സ്ഥലവും സ്വത്തെല്ലാം ഉണ്ടോ. ഇതാണ് ഇവരുടെ വെള്ള ടാങ്ക്. ഒരു 3-4 വീട്ടിലേക്ക് ഒരു ടാങ്ക്. അങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇവരുടെ കയ്യിലുള്ള പൈസ എത്ര ഉണ്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ബോധം കിട്ടും. ഇവരെ വീട് കണ്ട അളക്കാൻ പറ്റില്ല. ഇതാ എന്റെ ഫോണിൽ മറ്റേ സ്കെച്ച് പെന്ന് തെറിച്ച പോലെ. വീഡിയോ വ്ളോഗ് വരുമ്പോ നീ കണ്ടാ മതി ഗൈസ്. ആ കുട്ടി ഓടി വരുന്നുണ്ടോ? അതിന്റെ വലത്തെ സൈഡാണ് ധോനിന്റെ വീട്. നടന്ന് തളർന്നു. ഇത് ഗൈസ് സപ്പോർട്ടാ. പേട്ടൊക്കെ സപ്പോർട്ടാ. തിന്നാം. അതെ, തിന്നാൻ വീടെത്തിയില്ലേ, ഇനിയും നടക്കണോ? കണ്ടു ഗൈസ്, ഇവിടുത്തെ ഒരു വീടാണ്. നമ്മളെ നാട്ടിൽ ഇത് എനിക്ക് വീട് വാങ്ങണമെന്നുണ്ട്. നിലാവ് വേണം. നിങ്ങളെ വീട്ടിൽ അമ്മമ്മ അപ്പം ഇല്ല അന്നേരം. ഇതാണ് ഗൈസ് വീട്. ഇത് തറവാട്, ഈ റോസ് വീട്. ഇതിന്റെ മുകളിലൊരു ചെറിയ വീടുണ്ട്.
ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വിളി. ബൈ. നാളത്തേക്ക് കാണുന്നവരെ ബൈ. ലവ് യു. നാളെ കോട വരുന്നില്ല കാണിച്ചാലേ ഇവിടെ ആളെ ഈ വീഡിയോ ബൈ.